അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീൻ മുട്ട റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ ഈ മീൻ മുട്ട എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമല്ലേ. അപ്പോൾ അത് എപ്പോഴും കിട്ടുന്ന ഒരു സാധനം അല്ലല്ലേ, നമുക്ക് വല്ലപ്പോഴും മീനിന്റെ മുട്ട കിട്ടിയാലായി അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന സാധനം. അപ്പൊ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് തൂളി മീനിന്റെ മുട്ടയാട്ടോ. അപ്പൊ ഇതാണ് ആ മീനിന്റെ മുട്ട. അപ്പം ഇത് കറുത്ത കളറിൽ ഇരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് അയ്യേ എന്നൊന്നും തോന്നണ്ട. കാരണം ഇതിപ്പോ ഈ കളർ ആണെങ്കിലും നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇന്ന് തൂളിമീന്റെ മുട്ടയാട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്നുമില്ല, വളരെ ഈസിയാണ്. അപ്പോ ആദ്യം തന്നെ നമ്മൾ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി ഇത്രയും നന്നായിട്ട് ചതച്ചിട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കാന്താരി ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പൊ അതൊന്ന് മൂത്ത് വരുമ്പോ അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വേണം ഈ മീൻമുട്ട അതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കളർ ചേഞ്ച് ആവുന്നത് നിങ്ങൾ കണ്ടോ? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഞങ്ങൾ കാരണം ഫസ്റ്റ് ടൈമാണ്. കണ്ടോ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ മീനിന്റെ കളർ ചേഞ്ച് ആവുന്നത് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. കണ്ടില്ലേ, ഇപ്പൊ ആ ബ്ലാക്ക് കളർ മാറി ഒരു മഞ്ഞ കളറിലേക്ക് ആ മീൻമുട്ട ആയിട്ടുണ്ടല്ലേ. ഇപ്പം കറക്റ്റ് നമ്മുടെ മീൻമുട്ടയുടെ ഒക്കെ ഒരു കളർ ആയില്ലേ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പം ഇതിങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കും തോറും അതിന്റെ കളർ മൊത്തത്തിൽ ചേഞ്ച് ആവും. അപ്പൊ ഒരു മഞ്ഞ കളർ നമ്മുടെ മുട്ടയുടെ ഒക്കെ അത് സെയിം കളറിലേക്ക് വരും കേട്ടോ. അപ്പൊ ഇത് ഇച്ചിരി വേവുണ്ട് ഇത് വേവിച്ചെടുക്കാൻ. അപ്പൊ കുറച്ചു നേരം നമ്മൾ കുക്ക് ചെയ്യണം കേട്ടോ. ഇച്ചിരി വേവുള്ളതാ ഈ മീൻമുട്ട. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചു നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് വേവിച്ചിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ ഇതാ നമ്മുടെ മീൻമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരുപാട്